ഹലോ, നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കേട്ട് നോക്കാവേ. നമുക്ക് സുഹ്രിയ, മൂൺ ഗോഡസ് കൗച്ചർ, അലങ്കൃത ബൈ രേഷ്മ ദീപക്, ഈ 3 ബുട്ടീക്സിൽ നിന്ന് ഞാൻ വാങ്ങിയപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് അലങ്കൃത ബൈ രേഷ്മ ദീപക്. അവരുടെ അടുത്ത് നിന്ന് ഈ പേർപ്പിൾ ടോപ്പാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അനാർക്കലി ടോപ്പ് ഞാൻ മെയ് 9 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്കിത് കൈ കിട്ടിയത്. അപ്പോൾ 6 മന്ത്സിന് മുകളിലായി ശരിക്കും പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽസ് നോക്കാം. അവരുടെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പം എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം അലങ്കൃതയുടെ മെറ്റീരിയൽ ക്വാളിറ്റിയും ഹാൻഡ് വർക്കിൻ്റെ ക്വാളിറ്റിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വെയിറ്റിംഗ് പീരീഡ് വാസ് ടു ലോങ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളൊക്കെ ഒത്തിരി ലോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അലങ്കൃതയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ മെസ്സേജസിന് പ്രോംപ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദേഷ്യം വരില്ല, അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന സ്ലീവിൻ്റെ പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി അതൊരു പെർഫെക്ഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻ്റർലോക്കിംഗ് ഉണ്ടോ, ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കി. പക്ഷേ നമുക്കത് കാണാൻ പറ്റിയത് അത് ഇൻ്റർലോക്കൊന്നും ചെയ്തിട്ടില്ല. അത് വേറൊരു സംഭവം. ബാക്കിൽ സിപ്പും കാര്യങ്ങളും എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും നാളായി ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു ഡ്രസ്സാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മീഡിയം സൈസ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഫിറ്റിംഗ് അല്ല, കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മീഡിയം സൈസ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്കിത് നല്ല ടൈറ്റായിരുന്നു. എനിക്കിനിത് ലൂസാക്കിയാലേ വെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇട്ട് നോക്കി, പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഇതാണ്. അതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ നമുക്കിനി സുഹ്രിയനെ പറ്റി ഒന്ന് നോക്കാം. സുഹ്രിയ എന്ന് പറഞ്ഞാൽ എനിക്ക് മോസ്റ്റ് ഡിസ്ഗസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് സുഹ്രിയെന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെയും അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു പേജാണ്. പക്ഷേ ഇവരുടെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ കമൻസൊക്കെ ഓഫ് ചെയ്തിടും. ഇവർ പിന്നെ എന്താ പറയുക, ഒരു മെസ്സേജസിന് റിപ്ലൈ ഇല്ല. ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ ഫ്ലാഷ് സെയിൽ എവറി പ്രൊഡക്റ്റ് അണ്ടർ 1000 rupees എന്നുള്ള രീതിയിൽ ഇട്ടപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് 60 days ഇത് നമ്മുടെ കയ്യിൽ ഡെലിവറി ആയിട്ട് കിട്ടാനുള്ള സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. ജൂലൈയിലാണ് കേട്ടോ, ജൂലൈ 11 ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. എനിക്ക് ഓർഡർ നമ്പർ കിട്ടി. അപ്പോൾ ജൂലൈ കഴിഞ്ഞ് പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താ പറയുക, അവർ പറഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്തു. ഒക്ടോബർ ആയപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നു. നവംബറിൽ മെസ്സേജ് അയക്കുന്നു, മെസ്സേജ് റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസ് വന്നു, അഡ്രസ്സൊക്കെ തരാൻ പറഞ്ഞു. ഡിസംബറിൽ വീണ്ടും മെസ്സേജ് അയച്ചു, റെസ്പോൺസ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിസംബറിൽ ഒത്തിരി മെസ്സേജസ് അയക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി കോൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ജാനുവരിയിൽ മെസ്സേജ് അയച്ചു. പിന്നെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അയച്ചിട്ടില്ല, മെയിൽ അയക്കുന്നു, ജൂൺ, ജൂലൈ അയച്ചേക്കുക. ഷാൽ വി റീഫണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജൂലൈയിൽ അവർ പറയുന്നു ഓക്കെ, ഓഗസ്റ്റിൽ അയക്കുന്നു. ഓക്കെ, ഞാൻ അവരോട് മടുത്തു എന്നൊക്കെ പറയാണ്. നവംബറിൽ അയച്ചു. അപ്പോൾ ഇപ്പോഴും അവർ ക്വയറ്റ് മൂഡിൽ. എത്രയൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കിയിട്ടും അവർ നമുക്കൊരു റെസ്പോൺസും തരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡിസ്ഗസ്റ്റിംഗ് എക്സ്പീരിയൻസ് എനിക്ക് ഒരു ബുട്ടീക്കൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതായത് 1.5 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം ലാസ്റ്റ് ജൂൺ 11 എങ്ങാണ്ടാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയ്ക്കും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല, സത്യം പറയാമല്ലോ. ഭയങ്കര പ്രശ്നമാണ് ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നും പറയണ്ട. ശരിക്കും പറഞ്ഞാൽ ഐ വോണ്ട് സജസ്റ്റ് ദിസ് ബുട്ടീക്ക്. ആരും ഇവിടുന്ന് വാങ്ങാതിരുന്നാൽ നിങ്ങൾക്കൊരു സമാധാനമെങ്കിലും ഉണ്ടാകും. ഓക്കെ, അടുത്തത് നമുക്ക് മൂൺ ഗോഡസ് കൗച്ചറിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 3.6 million ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഇവരെ ഫോളോ ചെയ്യണമെങ്കിൽ തന്നെ
കുറച്ചൊക്കെ ഇൻറ്റഗ്രിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, പക്ഷേ ഞാൻ ഒത്തിരി മോശം എക്സ്പീരിയൻസസ് ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ട്. ആൻഡ് റീപ്ലേസ്മെൻറ്റിലും എക്സ്ചേഞ്ചിലും ഒന്നും ഇവർ അത്രയ്ക്ക് പ്രോംപ്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നും കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പാണ് അടുത്തതായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ആക്ച്വലി നന്നായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവമാണല്ലോ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഫോർ മീ ഇറ്റ് വാസ് ഓൾ പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഫ്രം ദെം. അപ്പോൾ ഇതാണ് ആ ഒരു ടോപ്പ്. പക്ഷേ ഈ ഒരു ടോപ്പ് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാനും പറ്റുന്നുണ്ട്. ഹാൻഡ് വർക്കിൽ നിന്ന് കുറച്ച് ബീഡ്സൊക്കെ ഇളകി പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത്. പിന്നെ നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. വിചിത്ര സിൽക്ക് ഫാബ്രിക്കാണ്. ഹാൻഡിലാണെങ്കിലും ആ വർക്കുള്ള പോർഷൻ പോവാതിരിക്കാനായിരിക്കണം അവർ ഹാൻഡിൽ ലൈനിങ് ഇല്ല, ബട്ട് ആ വർക്കുള്ള പോർഷനിൽ മാത്രം ലൈനിങ് പോലെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലൊക്കെ ഞാനത് മീഡിയം സൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ലൂസായിരുന്നത് കൊണ്ട് ഞാനത് ഓൾട്ടർ ചെയ്തിട്ടാണ് വെയർ ചെയ്തത്. അപ്പം എൻഡിലാണെങ്കിലും നല്ല പെർഫെക്ഷനിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെർഫെക്ഷനാണ്. ഇൻ്റർലോക്കിങ് ചെയ്തിട്ടുണ്ട്, അത് എടുത്ത് പറയണം. ഇത്രയധികം ഓർഡേഴ്സിൽ അവർ ഇതും കൂടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. അലങ്കൃതയിൽ ഞാൻ കണ്ട ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇൻ്റർലോക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു, ടൈറ്റായിരുന്നു. പറയുന്ന ട്രൂ ടു സൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ബാക്ക് സൈഡാണെങ്കിലും സിപ്പും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോ കമ്പാരിസൺ അല്ല ഞാൻ പറയുന്നത്, ഇവരുടെ വെയിറ്റിംഗ് ടൈം കൂടുതലാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന ടൈമിനോട് അവർ നീതി പുലർത്തുന്നുണ്ട്. ആ സമയത്തിന് അവർ തരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഫോളോ അപ്പ് ചെയ്യേണ്ടി വരാതിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്തു, അത് വിട്ടു, സമയമാകുമ്പോൾ അവരത് എത്തിക്കുന്നു. സോ എനിക്കതുകൊണ്ട് ഡിസ്കസ്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. സോ അലങ്കൃത വെയിറ്റിംഗ് പീരീഡൊക്കെ ഉണ്ടെങ്കിലും പ്രൊഡക്റ്റ് തരുന്നുണ്ട്. എനിക്ക് സുഹ്രിയയുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു കുറ്റവും പറയാൻ തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഷെയർ ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്ക് തരണേ. നിങ്ങൾക്കൊരു അവയർനെസ്സിനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.